കാർഷിക വാർത്തകൾ. പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യയുടെ തേയില കയറ്റുമതിയെയും ബാധിച്ചു. കുനൂരിൽ നിന്നുള്ള ഓർത്തഡോക്സ് തേയിലയുടെ കയറ്റുമതിയും ലേല വ്യാപാരവും മന്ദഗതിയിലായതോടെ തേയില ഉൽപ്പാദകരും വ്യാപാരികളും ആശങ്കയിലാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതോടെ കുനൂർ തേയില ലേലകേന്ദ്രത്തിൽ നിന്നുള്ള ഓർത്തഡോക്സ് തേയില കയറ്റുമതി തിരിച്ചടി നേരിടുന്നു. ഇറാഖ്, ഇറാൻ, UAE തുടങ്ങിയ പ്രധാന വിപണികളിലേക്കുള്ള കയറ്റുമതിയാണ് കൂടുതൽ ബാധിച്ചത്. കപ്പൽ സർവീസുകളിലെ അനിശ്ചിതത്വവും ഉയർന്ന ചരക്കുകൂലിയും വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. ഇതോടെ ലേലങ്ങളിൽ ആവശ്യകത കുറഞ്ഞ് വിലയിലും സമ്മർദ്ദം അനുഭവപ്പെടുന്നു. കയറ്റുമതി വേഗത്തിൽ സാധാരണ നിലയിലാകാത്ത പക്ഷം നീലഗിരി മേഖലയിലെ തേയില ഉൽപ്പാദകരുടെ കയറ്റുമതിക്കാരുടെയും വരുമാനത്തെ ഇത് ഗണ്യമായി ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ കർഷകർക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി ഉയർത്തി ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാർ നടപടി. ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ താങ്ങുവില ഉയർത്തണമെന്ന ആവശ്യം റബ്ബർ കർഷകരും ഉൽപാദക സംഘടനകളും ജനപ്രതിനിധികളും ഏറെ നാളായി ഉന്നയിച്ചു വരികയായിരുന്നു. ഈ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ബജറ്റ് പ്രസംഗത്തിൽ കിലോഗ്രാമിന് 200 രൂപയായിരുന്ന താങ്ങുവില 250 രൂപയാക്കി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. ധനകാര്യ വകുപ്പിന്റെ ഉത്തരവോടെ തീരുമാനം ഔദ്യോഗികമായി നിലവിൽ വന്നു. 2026 ജൂലൈ 3 മുതൽ സമർപ്പിക്കുന്ന ബില്ലുകൾക്കാണ് പുതിയ താങ്ങുവില ബാധകമാകുക. താങ്ങുവില വർധന റബ്ബർ കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്താനും റബ്ബർ കൃഷിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാനും സഹായിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ട്രാക്ടർ വിപണിയുടെ കുതിപ്പ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ മന്ദഗതിയിലാകുമെന്ന് റേറ്റിംഗ് ഏജൻസിയായ ICRA. 2026-27 ട്രാക്ടർ വിൽപ്പന വളർച്ച 1 മുതൽ 4% വരെയായി ചുരുങ്ങുമെന്നാണ് വിലയിരുത്തൽ. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ട്രാക്ടർ വ്യവസായത്തിന്റെ വളർച്ച മന്ദഗതിയിലാകുമെന്ന് ICRA റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര മൊത്ത വിൽപ്പന 23.5% ഉയർന്നെങ്കിലും പുതിയ സാമ്പത്തിക വർഷത്തിൽ അത് 1 മുതൽ 4% വരെ മാത്രമാകുമെന്നാണ് പ്രവചനം. ഉയർന്ന അടിസ്ഥാന വർഷത്തിന്റെ സ്വാധീനവും സാധാരണയേക്കാൾ കുറവ് മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ പ്രവചനവും വളർച്ചയെ ബാധിക്കുമെന്നാണ് ICRAയുടെ വിലയിരുത്തൽ. അതേസമയം മികച്ച കാർഷിക ഉൽപാദനം, താങ്ങുവില വർധന, സർക്കാർ പിന്തുണ എന്നിവ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകുമെന്നും ട്രാക്ടർ നിർമ്മാതാക്കളുടെ ലാഭക്ഷമതയും സാമ്പത്തിക നിലയും ശക്തമായി തുടരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.